ഓക്കെ ഓക്കെ. ആ കുഴപ്പമില്ല, ഉസ്മാൻ മരിച്ചോട്ടെ, അതിനെന്താ. ആ പോവാം. നീ ഭയങ്കര റൈഡർ ഗേളാന്ന് തോന്നുന്നു, റൈഡർ ഗേൾ. ഇതെന്താ പാട്ട്? പാട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമല്ല. ഇല്ല ഇല്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഐ വിൽ മാനേജ്. എടാ അങ്ങനെ എനിക്കൊരു പെണ്ണിനെ കിട്ടി. ചെറായി ബീച്ച് ഉണ്ടാ? അല്ല, ഏത് ബീച്ചാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള ബീച്ച്. നിനക്ക് ഇഷ്ടമുള്ള ബീച്ച് ഏതാ, അടുത്തേക്ക് നമുക്ക് പോവാം. ആ മുതുക്കി പോവാം. അല്ല, മുതുക്കിൽ ആളുണ്ടാവും. പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയ ബീച്ച് ഏതാ? അതായത് ഞാനും നീയും ബീച്ചും കടലും ആകാശവും മാത്രം, വേറെ ഒന്നും ഉണ്ടാകാൻ പറ്റൂല. പാട്ട് പാടിത്തരട്ടെ? ആദ്യം എൻ്റെ ജീവിതം അത് അറിയാം, എന്നിട്ട് ഞാൻ ഒരു പാട്ട് പാടിത്തരാം. അല്ലെങ്കിൽ ആദ്യം പാട്ട് പാടിത്തരാം. നെഞ്ചിനുള്ളിൽ നീയാണ്, കൽബിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് താരേ താരേ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കൽബിനുള്ളിൽ നീയാണ് താരേ താരേ. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പൊ എങ്ങനെ ഇരിക്കല്ലേ നമ്മള്? ഫസ്റ്റ് എൻ്റെ ഒരു ഡ്രീം എന്താന്ന് വെച്ചാൽ ഒരു ലോയലും എന്നെ അറിയുന്നതും എൻ്റെ കൂടെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ ഉണ്ടാകുന്ന ഒരു പെണ്ണ് വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓരോ പെമ്പിളടുത്ത് പോയിട്ട് എനിക്ക് നേരിട്ട് ഞാൻ പെട്ടെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യം പറയും. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ എല്ലാവർക്കും എന്തോ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഇൻഡിവിജ്വൽ ഒരു അഭിപ്രായമല്ലേ അത്, എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അതാണ്. നമ്മളൊരു വ്യൂ നോക്കിയ പോർഷെല് എൻ്റെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് ഇല്ലേ, ഇവർ ഭയങ്കര റിച്ചാണ്. ഞാനാണ് ഇവർക്ക് ഇതിനുള്ള പൈസ കൊടുത്തത്. ഇവർ ചെറുപ്പത്തിൽ ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇവർക്ക് അത് കൊടുത്തിട്ട് ഞാൻ ഈ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതായത് 200 കോടി ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഓക്കെ സോറി. അപ്പോൾ സിറ്റിയിൽ ഞാൻ പണ്ട് ജീവിച്ചിരിക്കുന്ന പണ്ട് ജനിച്ച പാടുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കുറേ പൈസ കൊടുത്തു. ആയിരിക്കും ഒരു 200-250 കോടിയോളം ഞാൻ ഷെയ്ക്കിനും ഈ പറഞ്ഞ ഉസ്മാന് ഇതെന്നെല്ലാം പറഞ്ഞ ഈ സൈഡുകളുണ്ടല്ലോ, ഇവർക്ക് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പോയിട്ട് ഞാനൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾക്ക് എൻ്റെ 250 കോടി 5000 കോടിയായി. ഇപ്പം എൻ്റെ കയ്യിൽ ഇവരെല്ലാം എൻ്റെ അടിമകളാ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 8000 കോടി ഉണ്ട്. ഇവിടെ ഏറ്റവും റിച്ച് ഞാനാണ് ഈ ഗെയിമില്. സിറ്റിയില് സോറി, സിറ്റിയില്. അപ്പൊ വീടെല്ലാം എവിടെയാണ്? അല്ല എന്താ സിറ്റിയിൽ എവിടെ താമസം? സിറ്റിയില് ഞങ്ങൾക്ക് വീടുണ്ട് ഇവിടെ. ആണോ? ഫാമിലി വീടുണ്ട്. അതെ. പിന്നെ എന്താ ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്, നിന്റെ ജീവിത കഥകൾ എങ്ങനെയാണ്? എന്താന്ന് ജീവിതത്തിലെ ഇത്? എന്റെ ജീവിതം എന്ന് പറയുന്നത് അത്രക്ക് മോശമായ ജീവിതമൊന്നുമില്ല, പക്ഷെ അത്ര രസമൊന്നുമില്ല എന്റെ ജീവിതത്തില്. അതെന്താ രസക്കുറവ്? എനിക്ക് തോന്നുന്നത് എന്തായിരിക്കും അറിയാം. ഞാൻ കാരണം പറഞ്ഞേ, നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ മനസ്സിലാക്കുന്നതുമായ ഒരാള് നിന്റെ കൂടെ ഇല്ല, അതല്ലേ? സത്യം. അതെ അതെ അതെ. അപ്പോ ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? ഹലോ, ആരാണ്? ബാലൻ പി നായർ. അത് പീഡകനല്ലേ? അല്ല ഒന്നുമില്ല. പറ, എന്ത് ചെയ്തു? ഇവിടെ ടിവിയിലെ മെമ്പറാ. ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫാമിലിയിൽ കയറിയതാ. ആർക്കത് ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞിട്ട് പോയതാ. ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയോ? മാറി. എത്ര വർഷമായി? റീസെന്റ് ആണ് ബ്രേക്ക് ആയത്. ഞാൻ പറയട്ടെ, നമ്മളൊരാളെ സ്നേഹിച്ചതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവർ നമ്മളെ തിരിച്ചും സ്നേഹിക്കണം.
എന്നാലേ ഇത് നമുക്ക് ആ ഫീല് കിട്ടും. അല്ലാണ്ട് നമ്മളൊരാളെ ഇപ്പോൾ താരൻ്റെ ലൈഫിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ താര ഒരുത്തനെ അനാഥമായി പ്രേമിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഓന് അങ്ങനെ നിന്നെ പ്രേമിച്ചിട്ടില്ല, അതാണ് സംഭവിച്ചത്. എൻ്റെ കേസ് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും അങ്ങനെ സ്നേഹിക്കും. എല്ലാവരും അല്ല, കുറച്ച് അങ്ങ് സ്പെഷ്യലായിട്ട് തോന്നുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും. മനസ്സിലായോ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആദ്യം സ്നേഹിക്കുന്ന മുമ്പ് എന്താ പറടാ എന്ത് ഷെയ്ക്കാം ഓനെ വെച്ചൊന്നും സംസാരിക്കല്ല. ഓന് ഒരു ഇതാണ്, ഒരു പെണ്ണുപിടിയനാണ്. ഓനൊന്നായിട്ട് സംസാരിക്കല്ല നീ. അല്ല, ഇവര് റേഡിയോയില് വിളിക്കുന്നുണ്ട്. കട്ടേയ്, കോള് കട്ടേയ്, സ്വിച്ച് ഓഫ് ചെയ്. ആ അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, കള്ളിയാന്ന് പറഞ്ഞോണ്ടിരുന്നത്. കള്ളി എന്തോ പറഞ്ഞോണ്ടിരുന്നു. അതാ ലൈക്ക് ആദ്യം നമ്മള് സ്നേഹിക്കുന്ന മുമ്പ് പറയും എനിക്ക് ഞാൻ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയും. പക്ഷെ കുറച്ചു നാള് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിട്ടുപോകും. ഇല്ലില്ല, അത് ചില ആൾക്കാർ, അതെന്താ പറയാ, അത് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഈ ലോകത്ത്, സിറ്റിയിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ശരി തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനല്ല. അല്ല, എല്ലാരും അങ്ങനെ കുറ്റം പറയാൻ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്. അവരുമായിട്ട് നമ്മളങ്ങനെ കൂട്ടുകൂടരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ, സ്നേഹിക്കുന്ന ആളെ കൂടെ മാത്രമേ നമ്മൾ ഇതാക്കാൻ പറ്റൂ. പിന്നെ ഞാനൊരു സജഷൻ തരട്ടെ നിങ്ങൾക്ക്. എന്താ? ഈ പണ്ട് ലൈക്ക് എല്ലാവരുടെ അടുത്ത് നമ്മളുടെ കയ്യിലുള്ള പൈസയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ അസറ്റ്സിനെ കുറിച്ചോ പറയാൻ പാടില്ല. എന്റെ ഒപ്പീനിയൻ ആണത്. ബിക്കോസ് ഈ പൈസ കണ്ടിട്ട് വന്ന പെണ്ണാവട്ടെ പയ്യനാവട്ടെ അത് ലൈഫ് ലോങ് ഉണ്ടാവത്തില്ല നമ്മളുടെ കൂടെ. അത് സത്യാട്ടാ, അത് സത്യ, ഭയങ്കര ഒരു സത്യ. കണ്ട ആദ്യം തന്നെ ഇങ്ങനെ പൈസയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല എന്റെ അഭിപ്രായത്തിൽ. അതെ അതെ അതെ, അത് ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞേ അറിയോ? അത് കൊറേ പെൺപിള്ളേർ അങ്ങനെ ഉണ്ട്. താരം അങ്ങനെയല്ല, അതെനിക്ക് മനസ്സിലായി. കൊറേ പെൺപിള്ളേർ അങ്ങനെ ഉണ്ട്. എന്ത് പൈസ മാത്രം ഇതാക്കിയിട്ട് വരുന്ന ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ എനിക്ക് എങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടാന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. താരം ഒരിക്കലും അങ്ങനെയല്ല. താരനെ പോലത്തെ ഒരു ലോയലായിട്ടുള്ളൊരു പെണ്ണിനെ ഞാൻ ഈ ഗെയിമിൽ വേറെ കണ്ടില്ല. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് താര കുറച്ച് എന്താ പറയുക റൂഡാന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിപ്പോയി. ഇപ്പം എനിക്കത് മാറി. ചെറുങ്ങനെ ഒരു എനിക്ക് തോന്നിപ്പോയി പെട്ടെന്ന്. ഇപ്പാന്ന് അടുത്തറിഞ്ഞാൽ എനിക്ക് മനസ്സിലായ താര ഒരു പ്യുവർ സോളാന്നുള്ള കാര്യം. അപ്പൊ താരക്ക് തിരക്കുണ്ടോ? ഇതാരാന്ന് ബാക്കില്? ആ ഷെയ്ക്കും നാറികളും അല്ല അവിടെ കാണുന്നത്. ഇവന്മാർ എന്താ ഇടാ? ആ ഷെയ്ക്കും ഉസ്മാനെല്ലാം കൂടിയിട്ട് എന്താ ഇടാ വന്നിട്ടുള്ളത്? ഒറ്റ മിനിറ്റ് താര, ഞാൻ ഇപ്പം വരാം. ഇതെങ്ങനെയാന്ന് എണീറ്റ് ഓടൽ എങ്ങനെയാന്ന്? എക്സ്. ഓക്കെ, വെരി ഗുഡ്. പോവല്ലേ കള്ള നായിന്റെ മക്കളെ. എന്താണ് ഇടാ? എന്തിനാ ഇടാ വന്നിന്? എന്തിനാ ഇങ്ങോട്ട് വന്നിന്? ഒളിഞ്ഞു നോക്കാൻ വേണ്ടി വന്നിനാ? രണ്ടെണ്ണം ഒളിഞ്ഞു നോക്കാൻ വേണ്ടി വന്നിനാ? പോടാ പോ. എന്തിനാ ഇടാ വന്നിന്? ഞാൻ ഓളുമായിട്ട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കല്ലേ ഇന്ന്. ഞങ്ങളിവിടെ മേലെന്തിന്? ഏത് ഇയാളല്ല പോലീസാന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാള് വരെ കുളിസിയും പിടിക്കാൻ വേണ്ടി വന്ന പോലെ വന്നിട്ടുണ്ടല്ലോ ഈ പോലീസുകാരൻ. പ്രൊട്ടക്ട് ചെയ്യണ്ടടാ നാറി. നിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ആവശ്യമില്ല. പോടാ നാറി. നിനക്ക് ആവശ്യമുണ്ടെ പോയിട്ട് മൂഞ്ചി. എനിക്ക് ഈ ക്രൗഡ് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ ആൾക്കാർ കൂടുന്നത് ഇഷ്ടമല്ല. എടാ മോനെ, ഇത് ഏതാ ഗ്യാങ്? ഇത് ഇപ്പുറം ഉള്ളത് TVA, അപ്പുറം ഉള്ളത് KVA. ഈ റോട്ടുമ്മേ ഒരു 25 ഗ്യാങ്ങിന്റെ ഹൗസ് ഉണ്ട്. നീ ഇവിടെ ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ആരാ പ്രൊട്ടക്ഷൻ? ഓ അത് ശരി. അപ്പൊ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നതാ? മനസ്സിലായോ? ഇവിടെ ഒരു ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതെ അതെ, താങ്ക് യു ഡബ്ല്യു ഷെയ്ക്ക്. ഇതെന്താ? അത് കൊള്ളാം.
താര നമുക്ക് പോയാലോ? നമുക്ക് അടുത്ത സ്പോട്ടിൽ പോവാം, കോഫി കുടിക്കാൻ പോവാം. താര കോഫി കുടിക്കാൻ പോവാം, കോഫി കുടിക്കാൻ പോവാ. പോടാ കുണ്ടന്മാരെ, ബാ ബാ. ഓക്കെ ഞാൻ ഇറങ്ങാം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഓടിക്കുന്നില്ല, ഞാൻ വെറുതെ. ഓക്കെ ഞാൻ കേറുന്നുണ്ടേ. ഓക്കെ ഓക്കെ പോവാ നമുക്ക്. ഷമീറിനോട് സ്നേഹമുള്ളത് കൊണ്ട് അവർ വന്നത്. അതെ അതെ, ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്ക് ഒരു എന്തോ ഒരു ഇത് തോന്നി. നമ്മളവിടെ പ്രൈവറ്റ് ആയിട്ട് ടോക്ക് ചെയ്യുമ്പോൾ ഇവർ വന്ന് നിന്നോണ്ട് എന്തോ ഒരു ഇത്. താര നമ്പർ തന്നില്ലേ ഞങ്ങൾക്ക് അല്ലേ? ആ ഇനി കോഫി കുടിക്കാൻ പോയാലോ? ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടെങ്കിൽ കേൾക്കാൻ ഇഷ്ടമാണ്. ആണോ? എന്നാ ഞാൻ ഒരു പാട്ട് പാടിത്തരാം. കരിമീ കുരുവിയെ കണ്ടീല, നിന്റെ കരുൾമുടി ചേടിയത് കണ്ടീല, നീ പണ്ടേ എന്നോടൊന്നും ഉണ്ടീല. കരിമിയെ കുരുവിയെ കണ്ടീല, നിൻ കരിങ്കളി കരുമിനി കണ്ടീല, നീ പണ്ടേ എങ്ങനെ ഇഷ്ടപ്പെട്ട? എന്നെ അടുത്ത പാട്ട്. താരേ നിന്നെ കാണാതിരുന്നാൽ നിറവേകിയ നിനമെല്ലാം മായുന്ന പോലെ, അലിവോടെന്നരികത്തിന്നണയാതിരുന്നാൽ നിറമേകിയ നിറമെല്ലാം മായുന്ന പോലെ, ഞാൻ എൻ്റെ ആത്മാവിനായത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടരുന്നൊരെൻ്റെ തണുതോറും നിന്റെ പ്രണയത്തിനലിവായി ഞാൻ വിരിയും താരേ താരേ, എന്നുയിരിൽ വിടരും താരക്കള്ളി താരേ. അങ്ങനെയുണ്ട്. വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ക്ലാപ്പ് അടിക്കാൻ പറ്റുന്നില്ല. ഒന്നും കുഴപ്പമില്ല, ഇറങ്ങിട്ട് അടിക്കാതെ അടിക്കാം. ക്ലാപ്പ് തന്നെയല്ലേ? ഓക്കെ. എന്താ വിചാരിച്ച്? അല്ല ഞാൻ വിചാരിച്ച് ഒന്നുമില്ല, നല്ല തന്നെ. അല്ല എന്റെ പാട്ട് അങ്ങനെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടലില്ല. ഓക്കെ ഓക്കെ. അങ്ങനെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? താര ഈ മാരേജിനെ കുറിച്ചെല്ലാം ആലോചിക്കാറുണ്ടോ? നമ്മളെപ്പോ നമുക്ക് പറ്റുന്ന തെറ്റെന്താ പറയുക, നമ്മളെ കൂടെ ഉള്ള ആളെ നമ്മൾ മനസ്സിലാക്കൂല. അവർ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളായിരിക്കും, നമുക്ക് ജീവിതത്തിൽ വേണ്ട ഒരാളായിരിക്കും. പക്ഷെ നമ്മളത് തിരിച്ചറിയാണ്ട് ചില ആൾക്കാർ അത് തിരിച്ചറിയാണ്ട് പോകും. ഞാൻ വേറൊരു പാട്ടും കൂടി പാടിത്തട്ടെ? കുഴപ്പമില്ല, അതിനെന്താ, ഒന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. വെയ്തെറ്റിക്കോട്ടെ, ഇനിയിപ്പോ എന്താ, നമ്മൾ ജീവിക്കുന്ന തന്നെ ഒരു വെയ്തെറ്റിയ ജീവിതമല്ല നമ്മളെ. പിന്നെന്താ അങ്ങനെ പോയാല്, അതൊന്നും ഒരു പ്രശ്നമില്ല. അടുത്ത പാട്ട് ഒരു ഇത് പാടട്ടെ, സയ്യാര. ഓക്കെ. सैयारा तू तो बदला नहीं है, मौसम जरा सा यूता हुआ ते, सैयारा तू तो बदला नहीं है, मौसम जरा सा यूता हुआ ते, आयोगी मरगी जायू वो तुझे तुझको माऊ, बातों के तेरी मैं तुझको भी जाऊँ, ओ ओ सैयारा तू तो. ഓക്കെ, ഇത് ഇത്ര മതി. എന്നെ അടുത്ത പാട്ട് മതിയാ? ആ ഓക്കെ. അടുത്ത പാട്ട്
പാട്ടൊന്നും കിട്ടുന്നില്ല വയ്യപ്പാടാ. കുഴപ്പമില്ല. ആ. താര ജോയിന്റ് ഉപയോഗിക്കലുണ്ടാ? ഇല്ല. ആ അതൊന്നും ഉപയോഗിക്കണ്ട കേട്ടാ, നല്ലതല്ല. അല്ല, ഹെൽത്ത് പോർഷൻസ് ഉപയോഗിക്കും ഞങ്ങൾ. ആ അത് ഉപയോഗിച്ചോ, ഇങ്ങനത്തെ ലഹരി ഒന്നും ഉപയോഗിക്കാൻ നിക്കണ്ട കേട്ടോ. ആ ഞാനും ഉപയോഗിക്കലില്ല. അതെ അതെ. ഓക്കെ, താര ഒരു പാട്ട് പാടി തരോ? താര ഒറ്റ പാട്ട്. കുഴപ്പമില്ല, താരല്ലേ പാടുന്നത്, എങ്ങനെ പോയാലും നല്ലതായിരിക്കും. എന്റെ സൗണ്ട് കുറച്ച് ലോ ആണ്. കുഴപ്പമില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല താര. നമുക്ക് എന്നാ ഇവിടെ നിർത്തിയിട്ട് പാടാം, കാരണം ഈ വണ്ടീന്റെ സൗണ്ട് ഉണ്ടല്ലോ. ഇവിടെ നിൽക്കാം, എന്നിട്ട് ഇവിടുന്ന് പാടാം. വാ വാ, ഇവിടെ വാ. വാ. ഇവിടെ നിന്ന് view നോക്ക്. നോക്കട്ടെ. ഓ സീന് ഇതെന്താന്നത്? എങ്ങോട്ട് എവിടെ വേണമെങ്കിൽ വരാം. ടോപ്പ് കേറ്, ടോപ്പ് കേറ്. ടോപ്പിൽ കയറാനാ? അല്ല എങ്ങനെ ഇതിന്റെ മുകളില? ആ, അല്ലല്ല, ഇവിടെ തന്നെ. ഇതെങ്ങനെ കേറല്? ജസ്റ്റ് ജമ്പ് ചെയ്താൽ മതി. അല്ല, അവിടെ വേണ്ട, ഇവിടെ വാ. എനിക്ക് ഇത്ര നേരം നിങ്ങള് അവിടെ കാണിച്ചത്, അതുകൊണ്ട് ടോപ്പ് കേറ്. ആ ഓക്കെ. ആ അതിന് താരന്റെ ഒരു പാട്ട്. ഹിന്ദി ഓക്കെ അല്ലേ? ആ ഏതായാലും മതി. ഇതെന്താന്ന് ഒരു ഇതിന്റെ സൗണ്ട്? എടാ ഈ ഷെയ്ക്ക് കള്ള. ആ അവർ നമ്മളെ രക്ഷിക്കാൻ വരുന്നല്ലോ അല്ലേ? ഓക്കെ പാടിക്കോ. അതെ അതെ. ആ പാടിക്കോ. അല്ല താരന്റെ പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഈ നാറുകളെ കൊണ്ട്. എനിക്ക് അത്രയും ഇതായിട്ട് ഇത് കേൾക്കണം പാട്ട്. ആ പാടിക്കോ താര, പാടിക്കോ, കുഴപ്പമില്ല. मेरी जान मेरी जान मेरी जान मेरी जान मेरी जान मेरी जान. ഹലോ. ആ തീർന്നോ? അല്ലല്ല, തീർന്നില്ല. പാടാൻ പറ്റുന്നില്ല, ഇവിടെ ഉറങ്ങിയത് ആൾക്കാർ, അതുകൊണ്ട്. കുഴപ്പമില്ല. എന്തൊരു അടിപൊളി പാട്ടാ ഇത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? आई है जो रात नशीली, इसकी हर एक बात नशीली, तो भी हाँ कर ले नशा. मेरी जान ये मुलाकात नशीली, नशे की बरसात नशीली, तो भी हाँ कर ले नशा. मेरी जान मेरी जान मेरी जान मेरी मेरी जान मेरी मेरी जान. मेरी जान. അല്ല, എനിക്കൊന്ന് ആക്ച്വലി കൊള്ളാം പാടാൻ പറ്റും. അല്ല ഇത് നല്ല പാട്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാം. മറ്റേ വേണ്ട, നാളെ ചോദിക്കാം. അല്ല, ചോദിക്ക്, കുഴപ്പമില്ല. വേണ്ട നാളെ ചോദിക്കാം. അതാ നല്ല. നാളെ ചോദിക്കാം. ഓക്കെ, കുഴപ്പമില്ല. എന്നാ നമുക്ക് വിട്ടാലോ? ഓ വാ. വാ.